ശ്രീമതി മാലാ പാർവതി, രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ കേട്ടല്ലോ. അപ്പോൾ ഒരു പുരുഷ കേന്ദ്രീകൃത സ്വഭാവമുള്ള അല്ലെങ്കിൽ ആ മേധാവിത്വത്തിന്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അട്രോസിറ്റിക്ക് വിധേയമായിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ജാഗ്രത പുലർത്തണമായിരുന്നു അവളുടെ ഡ്രസ്സിങ്ങിലുമൊക്കെ എന്ന് പറയുമ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഈ പറയുന്ന ഈ പ്രതി ആക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം അക്രമ വാസനയുള്ള ആളുകൾക്ക് നൽകുകയാണോ ഇത്തരം സംഭാഷണങ്ങളിലൂടെ? മാലാ പാർവതി, രാഹുലിന്റെ മാർക്കറ്റ് നന്നായിട്ട് അറിയാം. രാഹുൽ ആരോടാണ് സംസാരിക്കുന്നത്, ആരാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ആ പൊതുബോധം അങ്ങനെ തന്നെ നിലനിൽക്കുകയും അത് രാഹുലിന് അതിന് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പൊതുബോധം മാറ്റാനാണ്. കാരണം അവർ ഒരു ആക്ടറാണ്. അപ്പോൾ അവർ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആക്ടേഴ്സ് ഡ്രസ്സ് ചെയ്ത ഒരു ഫംഗ്ഷന് പോയി, അവരൊരു റെഡ് കാർപ്പറ്റ് പോലെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷന് ഒരുങ്ങുന്ന ഒരു സ്ത്രീയാണ്. അവരെ തന്നെ വിളിച്ച് ഒരു ഫംഗ്ഷന് അവരുടെ മാർക്കറ്റിംഗ്, അവർക്ക് പോപ്പുലാരിറ്റി ഉണ്ട്, അവർ വന്നാൽ ആൾ വരുമെന്ന് മനസ്സിലാക്കി അവരെ വിളിച്ച് അവിടെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കാതെയല്ലോ ക്ഷണിക്കുന്നത്. അപ്പോൾ അതിന് അവരെ അങ്ങനെ ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം അവരെ വേറൊരു തരത്തിൽ, അത് കുന്തി ദേവി എന്ന് മഹാഭാരതത്തിൽ എവിടെയാണ് കുന്തി ദേവിയുടെ ശരീരത്തെ വർണ്ണിച്ചിട്ടുള്ളത്? ഏത് ഭാഗത്താണ് വർണ്ണിച്ചിട്ടുള്ളത്? രാഹുലിന് എല്ലാം അറിയാവുന്നല്ലേ. ഞാൻ രാഹുലിനോട് ചോദിക്കുകയാണ്. അവർ ഇപ്പോൾ ദ്വയാർത്ഥ പ്രയോഗമൊന്നുമല്ല, അവർ വെറുതെ പറഞ്ഞതാണ്. അവർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ പറയുന്നു കുന്തിയായിട്ട് അഭിനയിച്ചൊരു സീരിയൽ നടിയുമായിട്ടാണ് ഉപമിച്ചതെന്ന്. അപ്പോൾ ഈ തരത്തിൽ ഈ പൊതുബോധം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ചിരിക്കാൻ വേണ്ടി ഒരു വ്യംഗ്യം ഇട്ട് ഇത് ചിരിക്കാൻ വേണ്ടി അവരെ ഹാസ്യമാക്കാൻ വേണ്ടി അവരെ ഇട്ട് കൊടുക്കുന്ന, അവരെ എന്താ പറയുക, പിച്ച് ചീന്താനായിട്ട് ഇട്ട് കൊടുക്കുന്ന ആ കോമഡിയെ ന്യായീകരിക്കല്ലേ രാഹുൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സ്ഥലത്ത് വസ്ത്രധാരണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ വേഷം ശ്രദ്ധിച്ചാലൊന്നും നമ്മുടെ നാട്ടിൽ ഈ വലിച്ചെറി കീറലുകളോ ആക്ഷേപിക്കലോ ഒന്നും മാറില്ല. എത്ര വർഷമായിട്ട് രാഹുൽ എന്നെ കാണുന്നു. ഞാൻ എന്ത് വേഷം ധരിച്ചിട്ടാണ് എനിക്ക് ഇത്രയും അശ്ലീലം കേൾക്കേണ്ടി വരുന്നത് ദിവസം പ്രതി? അപ്പോൾ ഈ പൊതുബോധമുണ്ട് എന്നുവെച്ചാൽ ചില സാങ്കല്പിക കഥാപാത്രമാണ്. അതും ഒരു കോണ്ടസ്റ്റ് അനുസരിച്ച് അങ്ങനെ ഒരു വാക്ക് പറയേ വേണ്ടിയിരുന്നില്ല. മറ്റെന്തെല്ലാം പദപ്രയോഗങ്ങൾ എന്താ വരാം. അദ്ദേഹത്തിന്റെ ചോയ്സ് അതായിരുന്നു ഒരു ഗതികേടായി മാറിയത്. ശ്രീ രാഹുൽ, അതെ അല്ല, അത് ഞാൻ ചോദിക്കുന്നത് മഹാഭാരതത്തിൽ എവിടെയാണെന്ന് കുന്തിയെ സാങ്കല്പിക കഥാപാത്രത്തെയാണ് അദ്ദേഹം പിന്നീട് പിടിവള്ളിയായി അദ്ദേഹം ന്യായീകരണ ഉപാധിയായി സ്വീകരിച്ചതും. ഇല്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് അത് അഭിനയിച്ച സീരിയൽ നടിയുടെ ഛായ ഉണ്ടെന്ന്, സീരിയൽ നടി അതുപോലെ ഇരുന്നെന്നാ പുള്ളി പറഞ്ഞു. അപ്പോൾ ആ കുന്തി എന്നുള്ള പ്രയോഗത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മലയാളികൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ളൊരു ആക്ഷേപം പറഞ്ഞ് അതിനെ ഒരു ചർച്ചയാക്കി അതിൻ്റെ പേരിൽ മാർക്കറ്റ് ചെയ്യുന്ന ആ മാർക്കറ്റിങ്ങും ഈ മാർക്കറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഏത് മാർക്കറ്റിംഗ്